സർ, കെ കരുണാകരനെ ചതിക്കുകയായിരുന്നു കൂടെയുള്ളവരെന്ന് മുരളീധരൻ പറഞ്ഞ ഒരു പ്രസ്താവന. ആ പ്രസ്താവനയ്ക്കൊടുവിൽ കെ.സി. വേണുഗോപാൽ വരെ ഒരു മറുപടിയുമായി രംഗത്തെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കെ മുരളീധരൻ കരുണാകരനെ ഒരാൾ ചതിച്ചു അല്ലെങ്കിൽ പറ്റിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ആരാണ് സർ കരുണാകരനെ പറ്റിച്ചത്? കെ.സി. വേണുഗോപാൽ ചോദിച്ചേക്കുന്നത് കെ മുരളീധരൻ തന്നെയാണോ എന്നാ ചോദിച്ചേക്കുന്നത്. മനസ്സിലായി? കരുണാകരനെ ചതിച്ചവരാരും രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഏതോ ഒരു പ്രസംഗത്തിനകത്തെ ഒരു പ്രസ്താവന ഇറങ്ങി. അദ്ദേഹം മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം ഇന്ന് ഈ പണ്ട് ഏറ്റവും പ്രബലമായിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അത് കരുണാകരന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പും ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പും. അപ്പൊ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രബലമായുള്ള ഗ്രൂപ്പിന് എതിരായിട്ട് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ആന്റണിയുടെ പേര് ഉമ്മൻചാണ്ടി പറയാനൊക്കത്തില്ല, ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. ആന്റണി ഒരു വലിയ തന്ത്രശാലിയാണ്, ഒരു നിർഗുണ പരബ്രഹ്മം എന്നൊക്കെ പറയും. നമ്മുടെ ഈ പുരാണത്തില് അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദുക്കകത്ത് പറയുമ്പോൾ ഈ പരമശിവന്റെ ഒരു അവസ്ഥയാണ്, നിർഗുണ പരബ്രഹ്മം എന്ന് പറയും. എന്നാ എല്ലാം പുള്ളിയ, എന്നാ നമുക്കൊന്നും അതിനകത്തൊന്നും പ്രതീക്ഷിക്കാനും പറ്റത്തില്ല, ഒന്നും മനസ്സിലാവത്തുമില്ല. അതായത് ഈ ശിവനെ പറ്റി അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന നിർഗുണ പരബ്രഹ്മം എന്ന് പറയും. എന്ന് പറഞ്ഞപ്പോൾ ഒരു സാധനമായിരുന്നു എ.കെ. ആന്റണി. ഒരു പണിയും ചെയ്യാതെ എല്ലാ ആനുകൂല്യങ്ങളും ഏതെങ്കിലും ഒരു പായും തലയാണയും വെച്ചിട്ട് എവിടെ കിടക്കുമ്പോൾ, ഇപ്പം പായും തലയാണയും വെച്ച് പുള്ളി കിടക്കും. അല്ലെങ്കിൽ ഉദാഹരണത്തിന് പറയാൻ, സാധാരണക്കാരൻ്റെ ഒരു ഉദാഹരണം, എവിടെയെങ്കിലും കിടന്നുറങ്ങും, മുഖ്യമന്ത്രി കസേര ഒഴിവുണ്ട്, അപ്പൊ ഇദ്ദേഹത്തെ വിളിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് അവിടെ കയറിയിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് പുള്ളി രാജിവെച്ചിട്ട് വീണ്ടും പായും തലയാണയായിട്ട് അവിടെ കിടക്കും. ആ കേന്ദ്രമന്ത്രി സ്ഥാനം ഓർമ്മ ഒഴിവുണ്ട്, പുള്ളി വീണ്ടും കൊടുക്കും. ഇങ്ങനത്തെ ഒരു ഭാഗ്യശാലിയാണ്. കരുണാകരൻ പണി ചെയ്തു വന്നത്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ രണ്ട് ഗ്രൂപ്പുകളുണ്ട്. ഈ രണ്ട് ഗ്രൂപ്പിനകത്ത് നമ്മൾ പറയുമ്പോൾ നേതാക്കന്മാരെ വാർത്തെടുക്കുന്നതിനകത്ത്, കണ്ടെത്തുന്നതിനകത്ത് ഇപ്പം മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന എ ഗ്രൂപ്പിനപ്പുറമുള്ള എല്ലാ നേതാക്കന്മാരുടെയും അച്ഛൻ എന്ന് പറഞ്ഞാൽ, തന്ത എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ മാതാക്കന്മാരല്ല, ഇവരുടെ രാഷ്ട്രീയ തന്ത കരുണാകരൻ തന്നെയായിരുന്നു. അത് കെ.സി. വേണുഗോപാലിന്റെ തന്നെ, രമേശ് ചെന്നിത്തലയുടെ അത് തന്നെ, ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് ശിവകുമാറിന്റെ അത് തന്നെ. ഇപ്പം എണ്ണം പെട്ട് പറയാതെ നിൽക്കുന്ന മൊത്തം നേതാക്കന്മാർ, ഒരു വി ഡി സതീശന്റെ ഒന്നും അല്ല കേട്ടോ. വി ഡി സതീശൻ അങ്ങനത്തെ വന്ന ഒരാളല്ല. അദ്ദേഹത്തെ അന്നും ഇന്നും എന്നും തഴഞ്ഞിട്ടുള്ള ആൾക്കാർ. അപ്പൊ മെയിൻ സ്ട്രീമിൽ ഇപ്പൊ നിൽക്കുന്ന ഈ പറയുന്നത് ഓരോ പന്തളസുകാരുടെ ആരാ, മറ്റു പല നേതാക്കന്മാരുടെ ആരാ, ഇപ്പൊ ലൈനിൽ നിൽക്കുന്ന എല്ലാത്തിന്റെ ആള് കരുണാകരൻ തന്നെയാണ്. അപ്പോഴാണ് ഇയാള് ഗൾഫിൽ നിന്ന് വന്നത്, ഈ കിങ്ങിണിക്കുട്ടൻ, അല്ലെങ്കിൽ സോറി മുരളീധരൻ, നമ്മൾ അങ്ങനെ വിളിച്ചുകൂടാ, വണ്ടങ്ങേരെ അങ്ങനെയായിരുന്നു വിളിക്കുന്നത്, ഈ മുരളീധരൻ. ഇപ്പൊ ഈ കോൺസ്റ്റിപ്പിക്കേഷൻ ഉള്ളതുപോലെ മുഖം എപ്പോഴും പത്രക്കാരെ കാണുമ്പോൾ കാണിക്കുന്ന ഒരു നേതാവുണ്ടല്ലോ. നമുക്ക് ഈ മലശോന കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിനകത്തൊരു ബുദ്ധിമുട്ട് വരത്തില്ലേ കാര്യം പറയുമ്പോഴും മറ്റേ. അതുപോലെ മുരളിയെ ശ്രദ്ധിച്ചാൽ മതി, പുള്ളിയുടെ മുഖം കണ്ടിട്ടില്ലേ, ഏതാണ്ടൊരു ബുദ്ധിമുട്ടുള്ളത് പോലെ പുള്ളിയുടെ ആ മുഖത്ത് സംസാരം. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് ഈ പണി മേടിച്ച് പണ്ടാരം അടങ്ങി നിൽക്കുകയും അദ്ദേഹത്തിന് ആകെപ്പാടെ, ഇദ്ദേഹത്തിന് തന്നെ അറിയാം എന്നെ മൊത്തത്തിൽ ഇവർ ഒതുക്കുക. പിന്നെ ആകെപ്പാടെയുള്ള ആശ്വാസം എന്ന് പറയാൻ, എന്നെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാർത്ത കൊണ്ട് ജീവിക്കുന്ന മാധ്യമങ്ങൾ, വാർത്ത ഉണ്ടാക്കി നിൽക്കുന്ന മാധ്യമങ്ങൾ, മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന മാധ്യമങ്ങൾ, അവർ ഓടി വരും, എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. അങ്ങനെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു പക്ഷേ പിടിച്ചു നിൽക്കുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. എന്നെ പൂർണ്ണമായിട്ട് ഉമാർ ഒതുക്കാത്തതിന്റെ കാര്യം ഈ മാധ്യമങ്ങളാണ്. അല്ലെങ്കിലും പണി തന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പക്ഷേ ഇദ്ദേഹത്തിനെ വടകരയാണെന്നല്ലേ, വടകരയിൽ നിന്ന് പിടിച്ച് തൃശ്ശൂർ കൊണ്ടുവന്നതിന്റെ പ്രധാനപ്പെട്ട കക്ഷി കെ.സി. വേണുഗോപാലാണെന്നും, അങ്ങനെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഉള്ള ഒരു ജിയോ പൊളിറ്റിക്സ്, ഇയാൾ പൊട്ടനാട്ടോ, പിന്നെ മനസ്സിലാവത്തുള്ളൂ. പിന്നെ മനസ്സിലായി കെ.സിക്ക് മത്സരിക്കണമായിരുന്നു ഉള്ള കാര്യം പറയുന്നത്. കെ.സിക്ക് മത്സരിക്കണമായിരുന്നു ആലപ്പുഴയിൽ. ആലപ്പുഴയിൽ അതിനു മുമ്പ് മത്സരിച്ചത് ആരാ? മുസ്ലിം കാൻഡിഡേറ്റാ. മറ്റേ നമ്മുടെ അവരുടെ പേര് ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ല, അവരാ മത്സരിക്കും. ഈ പ്രാവശ്യം അവർക്ക് കൊടുക്കണം. അപ്പം കേരളത്തിൽ ഇവരുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, മുസ്ലിം ഇത്ര വേണം, ക്രിസ്ത്യൻ ഇത്ര വേണം, മറ്റേത് ഇത്ര വേണം, മറിച്ചത് ഇത്ര വേണം, കൃത്യമായിട്ട് പാലിച്ചില്ലെങ്കിലല്ലേ മുസ്ലിങ്ങൾക്ക് അത് ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്ന് വിചാരിച്ച് അങ്ങനെ തീരുമാനിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ കോൺഗ്രസ് പാർട്ടി. അപ്പൊ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വേണം, അവരെ അവിടുന്ന് മാറ്റി നിർത്തിയിട്ട് കെ.സിക്ക് ആലപ്പുഴ മത്സരിക്കണം. കെ.സിക്ക് ആലപ്പുഴ മത്സരിക്കണമെങ്കിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വേണം. അതിനെന്ത് ചെയ്തു? കെ.സി. വേണുഗോപാൽ രണ്ടു പേർക്കാ പണി കൊടുത്തത്. ഒന്ന് ഷാഫി പറമ്പിലിന് പണി കൊടുത്തു. ഷാഫി പറമ്പിലിന് പണി കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ, ഷാഫി പാലക്കാട്ട് നിന്ന് അടുത്ത പ്രാവശ്യം ജയിച്ച് ഒരുപക്ഷെ നിയമസഭയിൽ ഭൂരിപക്ഷം വന്ന് അധികാരത്തിൽ വരികയാണെങ്കിൽ ഷാഫിയെ യുവജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു മന്ത്രിയാണ്. അപ്പൊ ഷാഫിയെ ഇപ്പോഴേ അങ്ങ് അവിടുന്ന് പറിക്കാമെങ്കിൽ എം.എൽ.എ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ട് അവിടുന്ന് പറിച്ചെടുത്ത് ഈ പറയുന്ന പോലെ വടകരെ കൊണ്ടുപോകും. വടകരെ കൊണ്ടുപോയിട്ട് അയാൾക്ക് അവിടെ ആ സീറ്റ് കൊടുക്കണം. അപ്പൊ മുസ്ലിം പ്രാതിനിധ്യം എന്നുള്ള കാര്യം കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്, അവിടുന്ന് ഈ സ്ഥാനത്തിനെ പറിക്കണം. ആരെ? മുരളീധരൻ വീണ്ടും അവിടെ ജയിച്ചറിയാം, മുരളീധരൻ ഇട്ടൊരു പണി കൊടുക്കണം. അവിടുന്ന് ഈ സ്ഥാനം ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവിടുന്ന് ഈ സ്ഥാനത്തിനെ പറിച്ചിട്ട് പറഞ്ഞ് ആണ്ട് സുരേഷ് ഗോപി അവിടെ മത്സരിക്കുന്നത്. സുരേഷ് ഗോപിയെ തോപ്പിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. ആ സുരേഷ് ഗോപി ജയിച്ചാൽ
എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നാണക്കേടില്ലയോ മറ്റതില്ലയോ മറിച്ചതില്ലയോ, അതുകൊണ്ട് അവിടെ ഈ പ്രാവശ്യം പ്രതാപൻ കഴിഞ്ഞ പ്രാവശ്യം നിന്ന് ആപ്പാടെ കുഴപ്പമാക്കി പ്രതാപനെ നിർത്തിയാൽ അവിടെ ജയിക്കാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല കെ മുരളീധരൻ എന്ന് പറഞ്ഞ ആരാ? തൃശ്ശൂര് നിങ്ങളുടെ അച്ഛന്റെ നാടല്ലേ, നിങ്ങളവിടെ വിളങ്ങുന്ന ആളല്ലേ, കൊമ്പൻ ആനയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനത്തിന്റെ എന്ന് പറയുമ്പോൾ ഇയാൾ അവിടുന്ന് മുണ്ടുപോലും കൊടുക്കാതെ ഓടി ഇങ്ങനെ തൃശ്ശൂർ വന്ന് അവിടെ വന്ന് മത്സരിച്ച് വെപ്രാളം പിടിച്ചോണ്ടേ മുണ്ടും തുണിയൊന്നും എടുത്തില്ല, നിന്ന് എപ്പോഴും പോകുന്നത് ട്രെയിനിൽ കയറി ഓടി തൃശ്ശൂർ വന്ന് അവിടെ നിന്ന് മത്സരിച്ച് പണ്ടാരടങ്ങി 3-ാം സ്ഥാനത്ത് പോയി. ഇപ്പൊ എങ്ങോട്ട് ചെന്ന് എത്തി നോക്കണൊക്കെ രക്ഷയില്ല. വട്ടിയൂർക്കാവ് ചെന്ന് നോക്കിയോ വി കെ പ്രശാന്ത് അന്ന് നിറഞ്ഞു നിൽക്കുക, അവിടെ ചെന്നിട്ട് കാര്യമില്ല. ഇപ്പൊ എവിടെ മത്സരിക്കും, ഏത് സീറ്റ് കിട്ടും, ഏത് സീറ്റിൽ നിന്ന് മത്സരിക്കും? അടുത്ത പ്രാവശ്യം മത്സരിച്ചെങ്ങാ വീണ്ടും എങ്ങാനും തോറ്റാൽ കോൺഗ്രസ് ഞാൻ തോക്കുകയും കോൺഗ്രസ് അധികാരത്തിൽ വരികയും കൂടെ ചെയ്താൽ തീർന്നില്ലേ, എന്റെ രാഷ്ട്രീയ ഭാവി പോയില്ലേ? എങ്ങാനും ജയിച്ചു കിട്ടിയാൽ എങ്ങനെയും ഒക്കെ പറഞ്ഞ് കരുണാകരന്റെയും പേര് പറഞ്ഞ് പാരമ്പര്യമൊക്കെ പറഞ്ഞ് പലവട്ടം കാര്യങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെയും ഒരു മന്ത്രിയൊക്കെ ആയിട്ടിരിക്കും, മുഖ്യമന്ത്രി എന്തുപോലും ആവാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞ് അപ്പൊ അതിനുള്ള സാധ്യത എങ്ങനെ നോക്കിയപ്പോഴും കാണുന്നില്ല. അപ്പൊ ഇന്നലെ അദ്ദേഹം അരിശം കുറിച്ച് പറഞ്ഞ കെ കരുണാകരനെ ചതിച്ചവന്മാർ ഗുണം പിടിക്കത്തില്ല, അവന്മാർ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. ആരെ ഉദ്ദേശിച്ച? പ്രധാനമായിട്ടും കെ സി വേണുഗോപാലിനെ ഉപയോഗിച്ച. കെ സി വേണുഗോപാലിന്റെ പുറകിൽ ചരിത്രമുണ്ട്. കെ സി ഈ പറഞ്ഞ പോലെ മെയിൻ സ്ട്രീമിൽ വന്നു കഴിഞ്ഞപ്പോൾ കരുണാകരന് ഒരു അപകടം പറ്റിയപ്പോൾ, അല്ലെങ്കിൽ മുരളീധരനെ കൊണ്ടുവന്ന സമയത്ത് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ അന്നത്തെ ഈ പറയുന്നത് പോലെ മെയിൻ സ്ട്രീമിൽ നിന്ന് നേതാക്കന്മാർ മുരളി വന്നാൽ അവരുടെ രാഷ്ട്രീയ ഭാവി അടഞ്ഞു പോകുന്നുണ്ട്, ഈ മുരളിയെ തടയുന്നതിന് വേണ്ടി കരുണാകരനിൽ നിന്ന് അകന്നു നിന്നതിന്റെ ആദ്യത്തെ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല, അതിന്റെ കൂടെ നിന്നായിട്ടുള്ള കെ സി വേണുഗോപാൽ. അന്നാണ് കെ സി വേണുഗോപാൽ ഒരു വലിയ സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത്. ഇതൊക്കെ രഹസ്യമായിട്ടുള്ള കഥകളാണ്. ഒരു ജാഥ നയിച്ച് പുള്ളി നേതൃത്വം കൊടുത്തിട്ട് തിരുവനന്തപുരത്തൂടെ പോയി. തിരുവനന്തപുരത്തൂടെ പോയപ്പോൾ നമ്മുടെ ശിവകുമാർ എന്ന് പറഞ്ഞ ഒരു ശിവകുമാർ എന്ന് പറഞ്ഞ അപ്രസക്തനായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു തിരുവനന്തപുരത്ത്. അന്ന് ശിവകുമാർ യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, പക്ഷെ തിരുവനന്തപുരത്ത് മാത്രം അറിയാവുന്ന നേതാവ്. അന്ന് കെ സി വേണുഗോപാൽ വരുമ്പോൾ ജാഥ തടയണം, കെ സി വേണുഗോപാലിന് അടി കൊടുക്കണമെന്ന് പറഞ്ഞു. അന്ന് തിരുവനന്തപുരത്ത് വെച്ച് കെ സി വേണുഗോപാലിന് അടി കൊടുത്തതിന്റെ കെയർ ഓഫിലാണ് ഈ ശിവകുമാർ എന്ന് പറയുന്ന ആൾക്ക് പിറ്റേ പ്രാവശ്യം, കരുണാകരൻ തീരുമാനിക്കുന്ന കാര്യം നടന്നത്, പിറ്റേ പ്രാവശ്യം തിരുവനന്തപുരം സീറ്റ് കൊടുത്തു. തിരുവനന്തപുരത്ത് നിന്ന് പലവട്ടം അയാൾ MP ആയി, പിന്നെ അയാൾ MLA ആയി, മന്ത്രിയായി, പിന്നെ ഇപ്പൊ വീണ്ടും അപ്രസക്തനായി. അന്ന് ഒന്നും അല്ലാതിരുന്ന, അത്രയ്ക്ക് വലിയ കരുത്തനായിരുന്നു കരുണാകരൻ. അന്ന് ഒന്നും അല്ലായിരുന്ന സംസ്ഥാന പ്രസിഡന്റ് കെ കരുണാകരൻ പറഞ്ഞതനുസരിച്ച് തിരുവനന്തപുരത്തിട്ട് തല്ലിയതിന്റെ പാരിതോഷികമായിട്ട് അദ്ദേഹത്തിന് ഉയർന്നു വന്ന ഒരു നേതാവാണ് ഈ ശിവകുമാർ. ആ ശിവകുമാർ അല്ല, ഞാൻ പറയാം, അന്ന് കരുണാകരന്റെ കളികളെ പറ്റി പറയാം. അപ്പൊ അതാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പം ഇതിനകത്ത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇയാൾ പലവട്ടം ഇതിനകത്ത് ഇയാളുടെ അച്ഛനെ വരെ വലച്ചിട്ടുള്ളതാണ് ഈ കെ മുരളീധരൻ. നമ്മളീ പറയുമ്പോ ഇയാൾ അന്ന് വന്നു, ഇയാൾ എന്തോ ആനുകൂല്യത്തില തന്ത അല്ലെങ്കിൽ അദ്ദേഹം കെ കരുണാകരൻ എന്ന് പറയുന്ന ആള് വന്നു, അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു മകനായി പോകുന്നല്ലേ ഉള്ളൂ. ഈ മകൻ എന്ന് പറഞ്ഞതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കരുണാകരൻ ഭൂമിയോളം താന്നിട്ടുണ്ട്. അതുവരെ ആ മനുഷ്യൻ ആരുടെ മുമ്പ് താന്നിട്ടില്ല. സീറ്റ് മേടിച്ചു കൊടുക്കാൻ താന്നു, സേവാദാളിന് ചെയർമാനാക്കി ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി താണു, KPC പ്രസിഡന്റ് ആക്കാൻ വേണ്ടി എന്തെല്ലാം കളി കളിച്ചു. അതിനുശേഷം അവിടുന്ന് മാറ്റിയപ്പോഴേ മന്ത്രിയാക്കാൻ വേണ്ടി കളിച്ചു. ഏറ്റവും അവസാനം ഇപ്പം ഇയാളെ എന്നിട്ട് ആ വലിയ മനുഷ്യനെ, കോൺഗ്രസിനെ ഒരു കാലത്ത് നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ആ വലിയ മനുഷ്യനെ ഈ പറയുന്ന പോലെ ആ പാർട്ടിക്കകത്തുനിന്ന് വെളിയിച്ചടിച്ചു, DAC ഉണ്ടാക്കി, എന്നിട്ട് കൂടെ നിന്ന് വീണ്ടും DAC പൊളിഞ്ഞു. എന്നിട്ട് ഈ കരുണാകരൻ തിരിച്ച് കോൺഗ്രസിൽ പോയി, ഇയാൾ NCP പോയി നോക്കി, ആർക്കും വേണ്ടാതെ വന്നു. പക്ഷെ എന്തോ പറഞ്ഞാലും ആര് ജയിച്ചെന്ന് പറഞ്ഞാലും മര്യാദക്കാരാ, ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ അവരുടെ ഭാവി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെങ്കിലും അവസാനം മര്യാദയ്ക്ക് വരുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഒരുപക്ഷെ തീരുമാനമെടുത്ത് വീണ്ടും കോൺഗ്രസിൽ എന്റെ മകനെ എടുക്കണമെന്ന് കരുണാകരൻ പറഞ്ഞപ്പോൾ ഇവരെല്ലാം കൂടി തീരുമാനിച്ചെടുത്തതിന് ശേഷം വീണ്ടും പലവട്ടം മത്സരിപ്പിക്കുകയും ഇപ്പോഴും ഒരു സാധ്യത ഉണ്ടെങ്കിൽ തോറ്റെങ്കിലും വീണ്ടും ഒരു സീറ്റ് കൊടുക്കാൻ പോലും തയ്യാറായിരിക്കുന്ന കോൺഗ്രസ്സാണ്. അപ്പൊ ആ കാര്യത്തിൽ നോക്കുമ്പോൾ ഈ കെ സി വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും ഇപ്പൊ നിങ്ങൾക്ക് കോൺഗ്രസിനെയൊക്കെ കെ മുരളീധരനോട് തുലനം ചെയ്യുമ്പോൾ അതിനെക്കാട്ടി മാന്യമായിട്ടുള്ളവരാണ് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും പറഞ്ഞത് കെ മുരളീധരൻ ഏത് രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയം പുറകോട്ട് അറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാവും അത് രമേശ് ചെന്നിത്തലയെ ഉദ്ദേശിച്ചാണ്, കെ സി വേണുഗോപാലിനെ ഉദ്ദേശിച്ചാണ്, മറ്റു പലരെയും ഉദ്ദേശിച്ചാണ്. കാരണം കെ കരുണാകരൻ കൊണ്ടുവന്ന നേതാക്കന്മാരുടെ എണ്ണം പറഞ്ഞ നേതാക്കന്മാരുടെ ലിസ്റ്റ് ചെയ്ത നേതാക്കന്മാരുടെ ആദ്യം വരുന്ന പേര് കെ സി വേണുഗോപാലും ഈ രമേശ് ചെന്നിത്തലയും ഒക്കെയാണ്. അവരൊക്കെ തന്നെയാണ് അന്ന് അനവസരത്തിൽ ഒരുപക്ഷെ യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ലാത്ത മകനെന്ന് മാത്രം കെയർ ഓഫിൽ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ എതിർത്തു നിന്നതും കരുണാകരനോട് വിട്ടുനിന്നതും. അതുകൊണ്ട് തന്നെയാണ് ആ ചതിപ്രയോഗം, അത്തരത്തിലൊരു വർത്തമാനം, ആ വിട്ടുനിന്നതിന്റെ പേരാണ് കെ മുരളീധരൻ ചതി എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വർത്തമാനം തന്നെയാണ് പറഞ്ഞത്. അതിന് ഇന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ പറയട്ടെ ആരാണ് ചതിച്ചത്,
ആരെയാണ് ഉദ്ദേശിച്ചത്, ഒരുപക്ഷെ അദ്ദേഹത്തെ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണോ എന്നൊക്കെയുള്ള പറച്ചിലിനകത്ത് നിന്ന് എവിടെ അടിച്ചപ്പം എവിടെ കൊണ്ടു, മുരളി ആരെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ സാധാരണ രാഷ്ട്രീയക്കാരൻ ഒക്കെ മനസ്സിലാവും. ഈ പുറകോട്ടുള്ള ചരിത്രം അറിയാവുന്നവർക്കും മനസ്സിലാകും എന്ന് വേണം കരുതാൻ.